This is me, Arun here, your coach, your mentor in trading. എങ്ങനെയുണ്ടായിരുന്നു മാർക്കറ്റ് ഇന്ന്? കൺസോളിഡേഷൻ അല്ലേ? ലാസ്റ്റ് ഒരു 2 ആഴ്ച ആയിട്ട് നമുക്ക് വരുന്ന രീതിയിലുള്ള ഒരു കൺസോളിഡേഷൻ തന്നെയായിരുന്നു മാർക്കറ്റിൽ നിന്ന് ഉണ്ടായിരുന്നത്. നമുക്കൊരു ഹോപ്പ്ഫുള്ളി നാളെ ഒരു ദിവസം നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കാം. ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് നമ്മളിങ്ങനെ സ്റ്റോപ്പ് ലോസസുകൾ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. വൈ? ഓപ്ഷൻ ബൈയിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓപ്ഷൻ ബയേഴ്സിന് എന്താണ് പറ്റുക? കൺസോളിഡേറ്റിംഗ് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പെക്ട് ചെയ്തു ഇന്നെങ്കിലും ഒരു മൊമെന്റം കിട്ടും എന്നുള്ളതിൽ ഇല്ലായിരുന്നു. ഒട്ടും തന്നെ ഇല്ല. നമ്മൾ 2 തവണ ട്രൈ ചെയ്തു. ഫസ്റ്റ് ലൈക്ക് വിത്ത് നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ ഫസ്റ്റ് ട്രൈ ചെയ്തു. ബട്ട് നല്ലൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. ടൈറ്റാനിൽ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ബുള്ളിസൈഡിലോട്ട് മാർക്കറ്റോടെ പുഷ് ചെയ്യുകയാണെങ്കിൽ ടൈറ്റാൻ ഫസ്റ്റ് സെക്കൻഡ് ഇല്ലെ 3rd ടാർഗറ്റ് വരെ ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് അവിടെ. ഫൈൻ. സോ നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയായിരുന്നു മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. പോസ്റ്റ് മാർക്കറ്റ് സെഷൻ ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയിലോട്ട് പോകുന്നതാണ്. നിഫ്റ്റി അല്ലെ? നിഫ്റ്റി കണ്ടോ എന്താണ് ഒരു ആംഗുലർ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് നിൽക്കുകയാണ് കറന്റ്. നമ്മുടെ ടീമിൽ കുറച്ച് ആൾക്കാര് നിഫ്റ്റി PE ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. കോഷ്യസ് അല്ലേ? എന്തിനവരത് ചെയ്തു? അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺസ് ഡെഫിനറ്റ്ലി ഉണ്ട്. അത് മാത്രമല്ല, തിരിച്ചു പോവുകയാണെങ്കിൽ അവർക്കറിയാം അവരുടെ ലോസ് കൺട്രോൾ ചെയ്യാനായിട്ട്. മാർക്കറ്റ് ഇന്ന് ഈ ഒരു റേഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും താഴത്തേക്ക് പോകുന്ന ഒരു ഫേക്ക് കാണിച്ചു. ബട്ട് എന്നാൽ ഈ ഒരു ആംഗുലർ സപ്പോർട്ട് നമ്മൾ ഓൾറെഡി മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമ്മുടെ ലൈവ് മാർക്കറ്റിൽ പോയി ചെക്ക് ചെയ്ത് ലൈവ് ട്രേഡിംഗിൽ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മളിത് ബൈ ചെയ്യുന്ന കാര്യം നമ്മളിവിടെ ഷെയർ ചെയ്യുകയും ഷോർട്ട് ചെയ്യാൻ നോക്കി, ഫെയിലിയർ ആയി കഴിഞ്ഞു. ബട്ട് എന്നാൽ പിന്നീട് നമുക്ക് നിഫ്റ്റി ഒരു ബ്രേക്ക് ഔട്ട് എന്ന ടൈമിൽ ഇവിടുന്ന് നമ്മൾ ബൈ ചെയ്യാൻ നോക്കി. മാർക്കറ്റ് പുഷ് ചെയ്തില്ല. അത്രയ്ക്കൊരു പുഷ് മൂവ്മെന്റ്സ് ഒന്നും മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ. ബട്ട് എന്നാൽ ലേറ്റർ ഇതുകൊണ്ട് ഇത്രയും നേരം ഇത് കൺസോൾട്ടേറ്റ് ചെയ്ത് ഈ ഒരു സോൺ കണ്ടോ, നല്ലൊരു കൺസോൾട്ടേഷൻ ആണ് നടന്നിട്ടുള്ളത്. എന്നിട്ട് മാർക്കറ്റ് ലാസ്റ്റ് ഇവിടെ ഒരു രീതിയിൽ വന്ന് ഇങ്ങനെ നിന്നു എന്നത് മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന്. ദാറ്റ്സ് വിത്ത് അവർ നിഫ്റ്റി ബാങ്ക് സെയിം അവസ്ഥയായിരുന്നു. എന്തുമായിട്ട്? ഫിൻനിഫ്റ്റി ആയിട്ട്. ഓൾമോസ്റ്റ് ലൈക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും മാർക്കറ്റ് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കയറി നോക്കി. പക്ഷെ എന്നാൽ ഈ ഒരു ഒറ്റ ക്യാൻഡിൽ പ്രശ്നമായിരുന്നു. ആരോ ഒരാൾ എടുത്ത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു 11:30 ക്യാൻഡിൽ ഇൻ ഫിൻനിഫ്റ്റിയിൽ 11-11:30 ക്യാൻഡിലിന്റെ ഡിഫറൻസ് എന്താണ്, ലൈക് സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻസി ഇത് വന്ന ലൈക്ക് വിഗ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ആൻഡ് കുറെ മാജിക്സുകൾ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് വിത്ത് അവർ നിഫ്റ്റി ബാങ്ക്. ഫിൻനിഫ്റ്റി സെയിം ആണ്. നിഫ്റ്റി ബാങ്കുമായിട്ട് നമുക്ക് സെയിം ആയിരുന്നു. ഓൾമോസ്റ്റ് സെയിം ലെവൽ കണ്ടോ, സെയിം സ്ട്രക്ചർ ഫോം ആയി തന്നെ ഒരു പുഷ് വന്നു, പിന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് താഴെ വന്ന് നിൽക്കുകയാണ് കറന്റ് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിലായിരുന്നു മാർക്കറ്റ് നമുക്ക് പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് എന്നാൽ ഇത് എത്രത്തോളം കൺസോൾട്ടേറ്റ് ചെയ്തു ഒരു കാര്യം ആലോചിച്ചു. ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് നമുക്ക് നല്ലാത്തൊരു കൺസോൾട്ടേഷൻ ആണ്. അസാൻ ഓപ്ഷൻ ബയ്യർ, എസ്പെഷ്യലി 15 മിനിറ്റ്സ് യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ബയേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു കാണില്ല എന്തായാലും ഈ ലാസ്റ്റ് 2 വീക്സിൽ. ബട്ട് ഡോണ്ട് വെറി, നമുക്കുള്ള സമയം വരും. അബ്ന ടൈം ആയേഗ, റൈറ്റ്? സോ നമുക്കുള്ള സമയം എന്തായാലും വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഒരു മൊമെന്റം, ഒരു ട്രെൻഡി മാർക്കറ്റ് ആകുന്ന വരെ ഇപ്പൊ സൈഡ് വൈസിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിങ്ങനെ പോകുന്നത്. ഗുഡ്, ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ. ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോർഷനിലോട്ട് പോകുന്നതാണ് പ്രീ മാർക്കറ്റ് സെഷൻ. ലെറ്റ്സ് ഗോ. ആരും തന്നെ AMOസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുക. ഇത് കണ്ടിട്ട് തന്നെ ഓക്കെ ഫൈൻ ആയിരിക്കും. ഇവിടെ ടീം എടുത്ത് വെച്ചിട്ട് ഡെഫിനറ്റ്ലി പോകാനായിട്ട് പെർസെന്റേജ് ലോസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ 1% റിസ്ക് മാത്രം വെച്ചിട്ടുള്ളത്, 2% റിസ്ക് വെച്ചിട്ടില്ലായിരുന്നു ഇവിടെ. സോ നിങ്ങളത് മനസ്സിലാക്കേണ്ടതായിട്ടാണ്. ഇത് വിടുക, നാളെ മാർക്കറ്റ് എങ്ങനെ പോകുന്നത് നോക്കാനേ. ഇച്ചിരി നാളായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 വീക്ക് ബിഫോർ മാർക്കറ്റ് അത്യാവശ്യം പുഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അത്യാവശ്യം പുഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു മാർക്കറ്റ്. ബട്ട് എന്നാൽ ലേറ്റർ നമ്മുടെ വാറിന്റെ ഇത് വരികയും ഇമോഷൻസ് സ്ട്രൈക്ക് ചെയ്യുകയും പേടി വന്നു. പേടിച്ചിട്ട് എല്ലാവരും വിചാരിച്ചു ഓക്കെ ഫൈൻ മാർക്കറ്റ് ഇനി വീഴും എന്നുള്ളൊരു തോട്ടിൽ നിൽക്കുകയുമായിരുന്നായിരിക്കാം ചെയ്തത്. ഓപ്ഷണൽ ആണത്, റൈറ്റ്? നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയായിരിക്കും മാർക്കറ്റ് നാളെ പോകാനായിട്ട് പ്രോബബിലിറ്റി ഉള്ളത് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാന്നാണ്. ഹിയർ വി ഗോ. നമുക്ക് നിഫ്റ്റി തുടങ്ങിയേക്കാം. ഓക്കെ, നിഫ്റ്റിയിൽ നിങ്ങൾ ഇത് കണ്ടായിരുന്നോ? ഞാനിത് രാവിലെ വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് വരച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആംഗുലർ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴത്തേക്ക് വീഴാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ളതിൽ പ്രോബബിലിറ്റി ഇനിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 50 EMA ഇവിടുന്ന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ഒരു കൺവേർഷൻ ആവുകയുള്ളൂ. എന്നാൽ നോക്കാം.
എന്നാൽ നോക്കാം, ഒരു പ്രോബിലിറ്റി ഉള്ളതിന്റെ ബേസിസിൽ നമ്മളത് ചെയ്തത് മാത്രമാണ്. ഇത് താഴത്തേക്ക് വീഴുകയാണെങ്കിൽ ലെറ്റ്സ് സേ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാം. 19,634 വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഓൾമോസ്റ്റ് 100 പോയിന്റ്സ് സ്പോട്ടിൽ വീഴാനായിട്ട് ഒരു പ്രോബിലിറ്റി ഉണ്ട്. ദെൻ ലേറ്റർ 19,500 ആൻഡ് 600 കീപ്പ് ചെയ്യാം. ദെൻ ഈ ഗ്യാപ് ഫില്ലിംഗ് പ്രോബിലിറ്റി എന്ന രീതിയിൽ നമുക്ക് നോക്കാവുന്നതാണ്. ഞാൻ ഇത് മാറ്റുന്നു. നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇപ്പൊ, അല്ലെ? റൈറ്റ്, ലെറ്റ്സ് ടേക്ക് എ സ്മോൾ ബ്രേക്ക്. ലൈവ് സെഷനിൽ പറഞ്ഞൊരു കാര്യമായിരുന്നത്. ഈ രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി ഇപ്പൊ എന്താ വേണ്ടത്? 50 മിനിറ്റ്സിലോട്ട് ആക്കി വെക്കുക. ഈ രീതിയിൽ മാർക്കറ്റ് താഴത്തേക്ക് വീഴാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. സോ ബെറ്റർ നമുക്ക് ഈ ഒരു സോണിന് താഴെയാണെങ്കിൽ ഒരു ബെയറിഷ് വ്യൂ, അല്ലെ? ബെയറിഷ് വ്യൂ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ വാട്ട് അബൌട്ട് ദിസ് വൺ? ഇതിനെ നമുക്ക് ടാർഗറ്റ് എന്ന് പറയാൻ കഴിയുന്നു. നോ, യെസ്, ടാർഗറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു. ഇതാണ് നമ്മളുടെ വ്യൂ ഇൻ നിഫ്റ്റി. നാളത്തേക്ക് ബുള്ളി സൈഡിലോട്ട് നിൽക്കട്ടെ. മാർക്കറ്റ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നാളെ ലൈവ് ഉണ്ടല്ലോ. ലൈവിൽ 9 മണിക്ക് ഞാൻ കാണും നിങ്ങളുടെ കൂടെ. നമുക്ക് ചെയ്യാനേ, ലോസസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും നമുക്ക് ഒരുമിച്ച് ഗ്രാബ് ചെയ്യാം. റൈറ്റ്, ഗുഡ്. ലാസ്റ്റ് 2 വീക്ക് ആയിട്ട് നമുക്ക് ഇച്ചിരി പ്രശ്നമാണ് മാർക്കറ്റിൽ. ഓക്കെ, നമുക്ക് മാത്രമല്ല ഓപ്ഷൻ ബയേഴ്സിന് എല്ലാവർക്കും നല്ല പ്രശ്നമാണ് നിൽക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ആൻഡ് നിഫ്റ്റി ബാങ്ക് അല്ലേ? നിഫ്റ്റി ബാങ്ക് നമുക്ക് നോക്കാം. എന്താ ചെയ്യേണ്ടത്? നമ്മള് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് നോക്കാനായിട്ട് നമ്മൾ 1 അവറിലോട്ട് എടുക്കുന്നു. ഗുഡ്, ഫൈൻ, സൂപ്പർ. കുറെ വരകൾ വരച്ച് വെച്ചേക്കുന്നു. സെഷൻ എടുത്തല്ലായിരിക്കാം. ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യണ്ട. ഇപ്പം ഇത് വിടുക. ഒരു ബെയറിഷ് സൈഡിലോട്ടാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. 50 MA താഴെയാണ് ബോത്ത് ഇൻ 1 അവർ ആൻഡ് 50 മിനിറ്റ്സ്. ദെൻ ഈ ഒരു ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു സ്ട്രോങ് വ്യൂ ഉണ്ട്. ഫൈൻ, ഒരു ബെയറിഷ് സൈഡിലോട്ട് ഇത് പോകാനായിട്ട് പ്രോബിലിറ്റിയും. ഇതൊരു മൈനർ ടാർഗറ്റ് ആയിരിക്കും. ഏതാണ്? 44,000 എന്ന് പറയുന്നത് മൈനർ ടാർഗറ്റ് ആയിരിക്കും. ഇതൊരു മൈനർ ടാർഗറ്റ് ആയിരിക്കും. നമുക്കിത് ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. ലീസ്റ്റ് സപ്പോർട്ട് പാത്ത് അല്ല ഇത്, ബട്ട് സ്റ്റിൽ സംതിങ് ഈസ് ദേർ എന്ന് പറയാൻ കഴിയും. ഈ രീതിയിലായിരിക്കും നമുക്ക് നിഫ്റ്റി ബാങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് കഴിയുക. വാട്ട് അബൌട്ട് ഫിൻനിഫ്റ്റി? ഫിൻനിഫ്റ്റി എന്താണ് പറയുന്നത്? ഫിൻനിഫ്റ്റി സെയിം സിറ്റുവേഷൻ ആണ് ഫോം ആക്കിയിട്ടുള്ളത്. നമുക്കിവിടെ ഒരു ആംഗുലർ സപ്പോർട്ട് ഉണ്ടാകുന്നതായിരിക്കും. സിയർ ഒരു ആംഗുലർ സപ്പോർട്ട് ഉണ്ട് നമുക്കിവിടെ. ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു ബെയറിഷ് സൈഡിലോട്ട് ഒരു വ്യൂ കീപ്പ് ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് സേ ഹിയർ, ഇവിടെ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. അതായത് 19,757 താഴെ ബെയറിഷ് വ്യൂ നമ്മൾ കീപ്പ് ചെയ്യുന്നു. ഇതിന് താഴെ നമുക്ക് ഒരു ബെയറിഷ് വ്യൂ കീപ്പ് ചെയ്യുകയും ദെൻ ഇവിടെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. ഓക്കെ, OTM, ATM ആൻഡ് ഓൾ. ദെൻ ഇവിടെ നമുക്ക് ഒരു ടാർഗറ്റ് 1 ആയിട്ട് കീപ്പ് ചെയ്യാം. ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാൻ കഴിയുന്നത് ഏതിനാണ്? 19,670 റേഞ്ചിന്. 70 റേഞ്ചിന് നമുക്ക് ഇതായിട്ട് കീപ്പ് ചെയ്യാൻ കഴിയുന്നു. സെക്കൻഡ് വൺ ഇതിവിടെ ഈ റെഡ് ലൈനിന്റെ ആവശ്യമില്ല. 19,560 ആയിരിക്കും നമ്മുടെ 70 ആയിരിക്കും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ബെയറിഷ് സൈഡിലോട്ട് നിൽക്കട്ടെ. ബുള്ളി സൈഡിലോട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ നാളെ ഞാനത് അറിയിക്കുന്നതായിരിക്കും. എങ്ങനെ? ലൈവിൽ വരിക. എല്ലാവരും ലൈവ് വരിക. രാവിലെ 9 മണി മുതൽ 3:30 വരെ ലൈവ് ഉണ്ട്. നിങ്ങൾ ഡൗട്ട് ചോദിക്കാത്തതിന്റെ മാത്രമായിട്ട് പ്രശ്നമാണ്. ജസ്റ്റ് ചോദിച്ചാൽ മാത്രം മതി. അത് മാത്രമല്ല, വാട്സപ്പ് കമ്മ്യൂണിറ്റി എല്ലാവരും കമ്പൽസറി ആയിട്ട് ജോയിൻ ചെയ്യുക. എല്ലാവരും ലൈക്ക് അതിനകത്ത് റെഫറൻസ് നിങ്ങൾക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാൻ ഓപ്പൺ ആണ്. എല്ലാ ദിവസവും 2 to 3 hours ഓപ്പൺ ആയിരിക്കും. അത് മാത്രമല്ല, ഈ വരുന്ന 23-ാം തീയതി നമ്മൾ ചാരിറ്റി വർക്ക് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എല്ലാവരും ജസ്റ്റ് കമന്റ് അടി പറയുക. നമ്മൾ ലിങ്ക് തരുന്നതായിരിക്കും. ഡൊണേഷൻസോ കാര്യങ്ങളോ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. നമ്മൾ തന്നെ നിങ്ങൾ പേ ചെയ്യുന്ന ഫീസിന്റെ ഒരു ഭാഗം ചാരിറ്റിക്ക് പോകുന്നുണ്ട്. ഇനി ഇത് എല്ലാ മാസവും നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോവുകയാണ്. റൈറ്റ്, so see you there tomorrow at 9 PM. Bye.